ഐക്യരാഷ്ട്രസഭയുടെ വേദിയെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളായി ദുരുപയോഗം ചെയ്യുന്ന പാകിസ്ഥാന്റെ നടപടിക്കെതിരെ ഇന്ത്യയുടെ രൂക്ഷ വിമർശനം. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവതനേനി ഹരീഷാണ് പാകിസ്ഥാന്റെ അനാവശ്യ ഇടപെടലുകൾക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചത്. ജമ്മു കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യവും അന്യാധീനപ്പെടുത്താനാവാത്തതുമായ ഭാഗമാണെന്നും ഈ യാഥാർത്ഥ്യത്തെ മാറ്റാൻ പാകിസ്ഥാന്റെ പൊള്ളയായ വാദങ്ങൾക്കൊന്നും കഴിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിന്റെ വാർഷിക റിപ്പോർട്ടിനെ ആസ്പദമാക്കി ചേർന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ സുപ്രധാനമായ പ്ലീനറി യോഗത്തിനിടയിലാണ് നയതന്ത്ര രംഗത്ത് ശ്രദ്ധേയമായ ഈ വാഗ്വാദം അരങ്ങേറിയത്. ആഗോളതലത്തിലെ സുരക്ഷാ വിഷയങ്ങളും കൗൺസിലിന്റെ പ്രവർത്തനങ്ങളും ചർച്ച ചെയ്യേണ്ടിയിരുന്ന ഈ സുപ്രധാന വേദിയെ തങ്ങളുടെ സങ്കുചിത രാഷ്ട്രീയ അജണ്ടകൾക്കായി പാകിസ്ഥാൻ അനാവശ്യമായി ഉപയോഗപ്പെടുത്തുന്ന കാഴ്ചയാണ് യോഗത്തിൽ ദൃശ്യമായത്. ഐക്യരാഷ്ട്രസഭയിലെ പാകിസ്ഥാന്റെ സ്ഥിരം പ്രതിനിധിയായ അസിം ഇഫ്തിഖർ അഹമ്മദ് ചർച്ചാ വിഷയവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ജമ്മു കാശ്മീർ വിഷയം അപ്രതീക്ഷിതമായി ഉന്നയിക്കുകയും പതിവ് പോലെ ഐക്യരാഷ്ട്രസഭയുടെ മുൻകാല പ്രമേയങ്ങളെ കൂട്ടുപിടിച്ച് തർക്കം പരിഹരിക്കണമെന്ന തങ്ങളുടെ കാലഹരണപ്പെട്ട വാദങ്ങൾ ആവർത്തിക്കുകയുമായിരുന്നു. അന്താരാഷ്ട്ര വേദികളിൽ കാശ്മീർ വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന് ഇന്ത്യയെ പ്രതിരോധത്തിലാക്കാനുള്ള പാകിസ്ഥാന്റെ ഈ തന്ത്രപരമായ നീക്കം യോഗത്തിൽ വലിയ ചർച്ചാ വിഷയമായി മാറി. എന്നാൽ പാകിസ്ഥാന്റെ ഇത്തരം അടിസ്ഥാനരഹിതമായ വാദങ്ങളെയും അനാവശ്യ ഇടപെടലുകളെയും അതിശക്തമായ ഭാഷയിൽ തന്നെ നേരിടാൻ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവതനേനി ഹരീഷ് തയ്യാറായി. പാകിസ്ഥാന്റെ പ്രസ്താവനകളെ വകവയ്ക്കാതെ കൃത്യമായ തെളിവുകളുടെയും നയതന്ത്രപരമായ ബോധ്യത്തിന്റെയും അടിസ്ഥാനത്തിൽ അദ്ദേഹം നടത്തിയ മറുപടി ജമ്മു കാശ്മീർ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് എത്രത്തോളം സുദൃഢമാണെന്നതിന്റെ വ്യക്തമായ തെളിവായി മാറി. പാകിസ്ഥാന്റെ ഈ നീക്കം കേവലം പ്രകോപനപരമാണെന്ന് തുറന്നുകാട്ടിയ ഹരീഷ് അന്താരാഷ്ട്ര വേദികളെ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നത് കൗൺസിലിന്റെ അന്തസ്സിനും പ്രവർത്തനങ്ങൾക്കും ചേർന്നതല്ലെന്ന് ശക്തമായി ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഐക്യരാഷ്ട്രസഭയുടെ വേദിയെ തങ്ങളുടെ സങ്കുചിതവും വിഭജനാത്മകവുമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി പാകിസ്ഥാൻ പതിവായി ദുരുപയോഗം ചെയ്യുകയാണെന്ന് ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവതനേനി ഹരീഷ് രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. അന്താരാഷ്ട്ര വേദികളിൽ അനാവശ്യമായ തർക്കങ്ങൾ കുത്തിപ്പൊക്കി ശ്രദ്ധ തിരിക്കാനുള്ള പാകിസ്ഥാന്റെ ഈ തന്ത്രപരമായ നീക്കം ഐക്യരാഷ്ട്രസഭയുടെ അന്തസ്സിന് തന്നെ ഭീഷണിയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സുരക്ഷാ കൗൺസിലിന്റെ നിലവിലെ അംഗത്വം വലിയൊരു ഉത്തരവാദിത്തമാണെന്നും അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നതിന് പകരം തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങളും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളും പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ഈ പദവിക്ക് തന്നെ അപമാനകരമാണെന്നും ഹരീഷ് വ്യക്തമാക്കി. ഇത്തരം പക്ഷപാതപരമായ പ്രവൃത്തികൾ സുരക്ഷാ കൗൺസിലിന്റെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യുന്നത്. ജമ്മു കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യവും ആഭ്യന്തരവുമായ വിഷയമാണെന്ന യാഥാർത്ഥ്യം അടിവരയിട്ട് പറഞ്ഞ അദ്ദേഹം ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാനും അഭിപ്രായം പറയാനും പാകിസ്ഥാന് യാതൊരുവിധ അർഹതയുമില്ലെന്നും കർശനമായി ഓർമ്മിപ്പിച്ചു. യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാൻ വിസമ്മതിച്ച് ഇല്ലാത്ത തർക്കങ്ങൾ ഉയർത്തിക്കാട്ടുന്ന പാകിസ്ഥാന്റെ ഇത്തരം പ്രകോപനപരമായ നിലപാടുകൾ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഇന്ത്യ തള്ളിക്കളയുന്നു. ജമ്മു കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യവും അന്യാധീനപ്പെടുത്താനാവാത്തതുമായ ഭാഗമാണെന്ന വസ്തുതയ്ക്ക് യാതൊരു മാറ്റവുമില്ലെന്നും ചരിത്രപരമായ യാഥാർത്ഥ്യം എന്നും നിലനിൽക്കുന്നതാണെന്നും ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവതനേനി ഹരീഷ് ഉറപ്പിച്ചു പറഞ്ഞു. ജമ്മു കാശ്മീർ എന്നത് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന കാര്യത്തിൽ കാലങ്ങളായി ഇന്ത്യ സ്വീകരിച്ചു പോരുന്ന നിലപാടിൽ ഒട്ടും മാറ്റമില്ലെന്നും ഭൂതകാലത്തിനും വർത്തമാനകാലത്തിനും ഇത് ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമായി തുടരുന്നുവെന്നും അദ്ദേഹം അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ വ്യക്തമാക്കുകയുണ്ടായി. ഭാവിയിലും ഈ നിലപാട് മാറ്റമില്ലാതെ തുടരുമെന്ന് പ്രഖ്യാപിച്ച ഹരീഷ് ചരിത്രപരമായ ഈ വസ്തുതകളെ നിഷേധിക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാന്റെ വാദങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും കുറ്റപ്പെടുത്തി. അടിസ്ഥാനമില്ലാത്ത ഇത്തരം പൊള്ളയായ പ്രസ്താവനകൾ ഉന്നയിക്കുന്നത് കൊണ്ട് മാത്രം നിലവിലെ യാഥാർത്ഥ്യങ്ങളെ ഒരു തരത്തിലും മാറ്റിയെഴുതാൻ പാകിസ്ഥാന് കഴിയില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കാൻ വിസമ്മതിക്കുന്ന പാകിസ്ഥാന്റെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ അന്താരാഷ്ട്ര വേദികളിൽ വിലപ്പോകില്ലെന്നും ചരിത്രപരമായ സത്യങ്ങൾ അനിഷേധ്യമാണെന്നും അദ്ദേഹം ശക്തമായി ഊന്നി പറഞ്ഞു. ഈ ചർച്ചയ്ക്കിടെ സുരക്ഷാ കൗൺസിൽ അടിയന്തര പരിഷ്കാരങ്ങൾ വേണമെന്ന ഇന്ത്യയുടെ ആവശ്യം പർവതനേനി ഹരീഷ് വീണ്ടും ഉന്നയിച്ചു. 1945 ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് സുരക്ഷാ കൗൺസിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. ഇത് മാറണം. നിലവിലെ രീതി തുടരുന്നത് കൗൺസിലിന്റെ കാര്യക്ഷമതയെ ബാധിക്കുന്നുവെന്നും സ്ഥിരവും താൽക്കാലികവുമായ അംഗത്വ വിഭാഗങ്ങളിൽ വിപുലീകരണം അനിവാര്യമാണെന്നും അദ്ദേഹം വാദിച്ചു. ഐക്യരാഷ്ട്രസഭയിലെ ഈ വാക്പോരിന് തൊട്ടു മുമ്പത്തെ ദിവസം പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ നിയമസഭയിലേക്ക് ജൂൺ 7 തിരഞ്ഞെടുപ്പ് നടത്താനുള്ള പാകിസ്ഥാന്റെ തീരുമാനത്തിനെതിരെ ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചിരുന്നു. ഇന്ത്യയുടെ ഭാഗമായ ഈ പ്രദേശങ്ങളിൽ നിയമവിരുദ്ധമായി കടന്നുകയറിയ പാകിസ്ഥാൻ ഇത്തരം നടപടികളിലൂടെ അവിടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഈ പ്രദേശങ്ങൾ പാകിസ്ഥാൻ
പാകിസ്ഥാൻ അടിയന്തരമായി ഒഴിഞ്ഞു കൊടുക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. പാകിസ്ഥാന്റെ ഇത്തരം പ്രകോപനപരമായ നടപടികൾക്കെതിരെ ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാട് വളരെ വ്യക്തമാണ്. അന്താരാഷ്ട്ര വേദികളിൽ കാശ്മീർ വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന് ശ്രദ്ധ തിരിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളെ ഓരോ തവണയും ഇന്ത്യ തള്ളിക്കളയുന്നു. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ നടത്തിയ ഈ പ്രകടമായ മറുപടി ജമ്മു കാശ്മീരിന്റെ കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാടിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലെന്ന അന്താരാഷ്ട്ര സമൂഹത്തിനുള്ള വലിയ സന്ദേശം കൂടിയാണ്.